ഏറെ വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നിരവധി വർഷക്കാലമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം പട്ടാമ്പിയിലെ ശ്മശാനം യാഥാർത്ഥ്യമാകുകയാണ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു യാത്രയാണ്. അവസാന ഘട്ടത്തിൽ ഓരോ വ്യക്തിക്കും മാന്യതയും ആദരവും നൽകേണ്ടത് ഓരോ സമൂഹത്തിന്റെയും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്തമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നത്. ആയതുകൊണ്ട് തന്നെ സമയബന്ധിതമായി ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് പട്ടാമ്പി നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇതിനാവശ്യമായ കെട്ടിടം പണിതു. അന്ന് ഒരു ഫർണസ് അന്നത്തെ കാലത്ത് സ്ഥാപിക്കുകയും ചെയ്തു. ഇന്നിപ്പോ ആ ഫർണസ് അവിടുന്ന് മാറ്റി 2 ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു ഫൗണ്ടേഷനിൽ MLA ഫണ്ടും ഒന്നിൽ MP ഫണ്ടും ഉപയോഗിച്ചാണ് ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത്. ഇപ്പൊ ഗ്യാസ് പൈപ്പ് ലൈനുകളുടെ പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. ഇലക്ട്രിസിറ്റി കണക്ഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ വയറിംഗ് പൂർത്തീകരിക്കണം. ആ പ്രവൃത്തിയും അന്തിമഘട്ടത്തിലാണ്. അപ്പൊ ഈ അവസരത്തിൽ ഇതിനു വേണ്ടി ഫണ്ട് ചെലവഴിച്ച MLA MP ഗവൺമെന്റ് അവരോട് പ്രത്യേകം നന്ദി അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ നഗരസഭ ഈ പ്രവർത്തനം നടത്തിയതായിരിക്കും. നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. നഗരസഭയുടെ ഫണ്ട് എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നികുതി പണം കൊണ്ടാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ഈ നഗരസഭാ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാവുന്നതാണ്. അവരോട് എല്ലാവരുടെയും ഈ അവസരത്തിൽ നന്ദി അറിയിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഏത് രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം, എത്ര സ്റ്റാഫുകളെ ഇവിടെ തീരുമാനിക്കണം, ആരാണ് ഇതിന്റെ ക്രിയ ചെയ്യേണ്ടത്, എന്തെല്ലാം ഓഫീസ് നടപടികൾ വേണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്ത സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധീകരിക്കുന്ന മുനിസിപ്പൽ കൗൺസിലറായ P. വിജയകുമാർ, C. സംഗീത, ശ്രീമതി ഗിരിജ, വിജയകുമാർ, ജിതേഷ് മോഴിക്കുന്നം, TP ഉസ്മാൻ എന്നിവരടങ്ങുന്ന ഒരു സബ് കമ്മിറ്റി കഴിഞ്ഞ യോഗത്തിൽ തീരുമാനമെടുത്തു. കഴിഞ്ഞ ദിവസം കൃഷ്ണദാസ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഈ സബ് കമ്മിറ്റിയുടെ യോഗം വിളിച്ചു ചേർത്ത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി ചർച്ച ചെയ്ത സമയത്ത് പല പ്രദേശങ്ങളിലും ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനം നേരിൽ പോയി കാണണമെന്ന് കമ്മിറ്റി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാളെ കാലത്ത് ഗുരുവായൂർ, ചാവക്കാട്, കുന്നംകുളം എന്നീ 3 പ്രദേശത്തുള്ള ഗ്യാസ് ക്രിമിറ്റോറിയം സന്ദർശിക്കാനും അവിടെ നടക്കുന്ന പ്രവർത്തികളെ കുറിച്ച് വളരെ വിശദമായി പഠിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ആ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ ഇതിനാവശ്യമായ നടപടിക്രമങ്ങളുമായി പട്ടാമ്പി നഗരസഭ മുന്നോട്ട് പോകും. വളരെ പെട്ടെന്ന് തന്നെ തുറന്നു കൊടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അടുത്ത ഭരണസമിതി യോഗത്തിൽ തന്നെ ഇതിനൊരു പേര് നൽകാനും അതോടൊപ്പം തന്നെ ഉദ്ഘാടനം ചെയ്യാനുള്ള തീയതി നിശ്ചയിക്കാനും ഞങ്ങൾ അടുത്ത ഭരണസമിതിയിൽ അന്തിമ തീരുമാനമെടുക്കും. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം.